അവരുടെ ഒരു കൂടപ്പുറപ്പും കൂടിയല്ലേ. പിന്നെ അവിടെ ഈ ഒരു വർഷം കഴിഞ്ഞിട്ടും ആ പുഴയുടെ അരികിൽ അവിടെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇനിയും ആ ദേശീയപാത ശരിയാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഈ എന്താ പറയുക, ഭരണം ഇല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ ജനങ്ങളെക്കാളും മോശമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഒരു അപകടം നടന്ന സ്ഥലത്ത് പൊതുവെ അവിടെ ഒരു കാറേറെ ചെയ്യുന്നുണ്ടോ, ഒരു ഡ്രൈവിംഗ് അറിയാത്ത ഒരു ഊളയാണ് തോന്നുന്നത്. വലിയ വില കൂടിയ കാറെടുത്തിട്ട് വരിക എന്നല്ലാതെ ഇവർക്ക് അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ബസ് പോയിട്ട് പോകണോ അല്ലെങ്കിൽ ഒക്കെ ധൃതിയാണെന്ന് പറയില്ലേ. ഇവിടെ ട്രാഫിക്കിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ടീം ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും അവർക്കും കൂടി ഒരു വില കൊടുക്കില്ലായിരുന്നാണ്. ഈ യമൻ ജയിലിലല്ല അവർ ഉള്ളത്. അത് ഹൂതി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ രാജ്യത്തിൻ്റെ ഒരു മാതിരിയാണ് ശരിക്കും. അപ്പോൾ അവിടെയാണ് അവരെ ജയിലിലിട്ട് അടച്ചിടുന്നത്. അല്ലാതെ യമനിലല്ല. യമൻ പൗരന്മാർക്കും അവർക്ക് വേറൊരു ഇതുണ്ട്, തീവ്രവാദി സംഘടന പോലുള്ള സംഭവമാണ്. അപ്പോൾ അവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെറ്റ് ചെയ്ത വലിയ ശിക്ഷ തന്നെയാണ്. വധശിക്ഷയിൽ കുറഞ്ഞ ഒരു നിയമമല്ല ആളുകൾ. ഇത് നാളെ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടെയ്ൻമെൻറ്റ് സോണാക്കാൻ പോവുകയാണ് എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടി പറയണത്, ഇത് അങ്ങനെ നിപ്പ വൈറസ് ഉള്ള ആളുകളെ നമ്മുടെ മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ അത് ഒരു 2-3 വാർഡാക്കിയിട്ട് അവരെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് ആശുപത്രിയിലേക്ക് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി പേടിക്കാതെ യാത്ര ചെയ്യാം. അവർ ആശുപത്രിയിലാണ് എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ടാവും. നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് വട്ടമ്പലത്താണ്. അപ്പോൾ ചെറിയൊരു ഓട്ടം പോകുന്ന ഒരു കാര്യമില്ലാന്ന്. അപ്പോൾ റോഡിൽ പൊതുവെ തിരക്ക് കമ്മിയാണ്. അപ്പോൾ എല്ലാ കൊണ്ടും നമ്മുടെ ഈ നിപ്പ വൈറസ് മൊത്തത്തിൽ ബാധിച്ചു എന്ന് മാത്രം പറയാം. അപ്പോൾ നമ്മുടെ ഷിരൂരിൽ വെച്ചിട്ട് മരിച്ച അർജുൻ ചേട്ടന് ഇന്ന് 1 വർഷം കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാനൊക്കെ മരിച്ചു കഴിഞ്ഞാൽ 1 വർഷം പോയിട്ട് ഒരു ദിവസം കൂടി ആലോചിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ എന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു വേദന തന്നെയാണ് നമുക്കത്. കൂടുതലും ലോറിക്കാരാണ് ഓർമ്മകളിലേക്ക് കൊണ്ടുപോവുക. കാരണം അവരുടെ ഒരു കൂടപ്പുറപ്പും കൂടിയല്ലേ. പിന്നെ അവിടെ ഈ 1 വർഷം കഴിഞ്ഞിട്ടും ആ പുഴയുടെ അരികിൽ അവിടെ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇനിയും ആ ദേശീയപാത ശരിയാക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഈ എന്താ പറയുക, ഭരണം ഇല്ലെങ്കിൽ നമ്മുടെ ഭരണാധികാരികൾ ജനങ്ങളെക്കാളും മോശമാണെന്ന് ഇപ്പോൾ മനസ്സിലായി. ഒരു അപകടം നടന്ന സ്ഥലത്ത് പൊതുവെ നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത ഞാൻ പറയാം, എന്തെങ്കിലും അപകടങ്ങൾ ദുരന്തങ്ങൾ വന്നാൽ മാത്രമാണ് കേരള ജനതയും അതേപോലെ കേരളത്തിലെ അധികാരികളും ഉണരുള്ളൂ. അതുവരെ ഉറക്കം നടിച്ചിരിക്കും. ഉറങ്ങുന്നവരെ ഉണർത്താൻ ഒരു പണിയില്ല, പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ നല്ല പണിയാണ്. അപ്പോൾ ഈ ലോറിക്കാരൊക്കെ കാണുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഒരു
ഒരു സഹതാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യമുള്ള ആളാണ്. എല്ലാം കൊണ്ടും നല്ല കേട്ടോ, നമ്മുടേതായ കാര്യങ്ങൾ നമ്മുടേതായ ചിന്തകളിലൂടെ പോകാൻ പറ്റുന്നുണ്ട്. പിന്നെ ലോറിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസങ്ങളോളം വീട്ടിൽ നിന്ന് കുടുംബങ്ങളെ കുട്ടികളെയൊക്കെ വിട്ട് നിന്നിട്ട് അവർ അന്യ നാട്ടിലൂടെ ദേശത്തിലൂടെ അവർ ഓരോ സാധനങ്ങൾ നമുക്ക് ആവശ്യമുള്ള, ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അത് എന്ത് വസ്തുക്കളായിക്കോട്ടെ കേട്ടോ, ഒക്കെ നമുക്ക് ആവശ്യമുള്ള തന്നെയാണ്. പക്ഷെ എന്നാലും ആ ലോറിക്കാരെ ഒരു വില ഇല്ലാത്ത രീതിയിലാണ് മൊത്തത്തിൽ റോഡിലുള്ള ആളുകൾ കാണാറ്. പൊതുവേ അവർ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്, ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ എന്താ പറയുക, വളരെ ഒരു വിലയില്ലാത്ത രീതിയിലാണ് അവർ കാണുന്നത്. അവിടെ ഒരു കാറേറെ ചെയ്യുന്നുണ്ടോ, ഒരു ഡ്രൈവിംഗ് അറിയാത്ത ഏതോ ഒരു ഊളയാണ് തോന്നുന്നുണ്ട്. വലിയ വില കൂടിയ കാർ എടുത്തിട്ട് വരിക എന്നല്ലാതെ ഇവർക്ക് അതിനെപ്പറ്റി ഒരു ചിന്തയില്ല. ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ ബസ് പോയിട്ട് പോകണം, അല്ലെങ്കിൽ ഒക്കെ ധൃതിയാണെന്ന് പറയില്ലേ. ഇവിടെ ട്രാഫിക്കിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ടീം ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും അവർക്കും കൂടി ഒരു വില കൊടുക്കില്ല പറഞ്ഞാൽ. അപ്പോൾ നമ്മളങ്ങനെ MES കല്ലടി കോളേജിൻ്റെ അവിടെ എത്തി. ഇതൊക്കെ കുറേ വട്ടം ഞാൻ കാണിച്ചു തന്നിട്ടില്ല തന്നെയാണ്. എന്നാലും എന്താ അറിയോ, പോട്ടെ, അത് വിടുക. അപ്പോൾ ലോറിക്കാരെ, ഈ അർജുൻ ചേട്ടൻ്റെ കാര്യം തന്നെ നമുക്ക് പറയാം. ആ കുടുംബത്തിൻ്റെ ഒരു വേരായിരുന്നു മൂപ്പര്. ലോറി ഓടിച്ചിട്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് കുടുംബം നോക്കി. എന്നാലും കുഴപ്പമില്ലാത്തൊരു ഇവിടെ വണ്ടികൾ വരുമ്പോഴാണ് കുട്ടികൾ ക്രോസ് ചെയ്യണത്. ശരിക്കും അത് പോട്ടെ. അപ്പോൾ നമുക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്, ബാക്കി പറയാം. സുഹൃത്തുക്കളെ നമസ്കാരം. അപ്പോൾ 2, 4, 6, 8, 10, 12, 14, 16, 18, 20, 25. അപ്പോളേ നമ്മുടെ നാട്, നമ്മുടെ കേരളത്തിലെ പാലക്കാട് ജില്ല ഭയങ്കര പ്രശ്നത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താണ് പാലക്കാട് ജില്ലയുടെ പ്രശ്നം, അതായത് നമ്മുടെ കേരളത്തിൽ എന്താണ് പ്രശ്നം? പ്രധാനമായിട്ടും ഇന്നിപ്പോൾ മൊത്തം വാർത്താ മാധ്യമങ്ങൾ പറയണത് നിമിഷപ്രിയയുടെ മോചനവുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വാർത്താക്കാർ ഒരു കാര്യം മാത്രം അവർ മറച്ചു വെക്കുകയാണോ ഇനി അറിയാനായിട്ടാണോ എന്നറിയില്ല. എന്നിരുന്നാലും അത് അവർ ജനങ്ങൾക്ക് ഇത്രയും വലിയ വാർത്തകൾ കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർ അതിൽ ഉള്ളിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യം കൂടി അവർ വ്യക്തമാക്കി കൊടുക്കണം. എന്നാൽ മാത്രമാണ് ജനങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അല്ലാതെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ശ്രമിക്കുന്നുണ്ട്. കാന്തപുരം ഉസ്താദ്, അതേപോലെ ചാണ്ടി ഉമ്മനെ, നമ്മുടെ കേന്ദ്ര സർക്കാർ, എല്ലാവരും, നമ്മുടെ കേരളത്തിലെ എല്ലാവരും പിന്നെ വേണം എന്നുള്ളൊരു സമ്മതം തന്നെയാണ്. അതായത് വേണം, നിമിഷപ്രിയയ്ക്ക് മോചനം വേണം, പിന്നെ മരണത്തിൻ്റെ തൂക്ക് കയറുന്ന അവർ ഒഴിവായി വരണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇതിൽ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ അറിഞ്ഞതല്ല, നമുക്ക് ഇനി അറിയോ ഇല്ലേന്ന് അറിയില്ല. ഈ യമൻ ജയിലിലല്ല അവർ ഉള്ളത്. അത് ഹൂതി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ രാജ്യത്തിൻ്റെ ഒരു മാതിരിയാണ് ശരിക്കും. അപ്പോൾ അവിടെയാണ് അവരെ ജയിലിലിട്ട് അടച്ചിടുന്നത്. അല്ലാതെ യമനിലല്ല. യമൻ പൗരന്മാർക്കും അവർക്ക് വേറൊരു ഇതുണ്ട്, തീവ്രവാദി സംഘടന പോലുള്ളൊരു സംഭവമാണ്. അപ്പോൾ അവിടുത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തെറ്റ് ചെയ്ത വലിയ ശിക്ഷ തന്നെയാണ്. വധശിക്ഷയിൽ കുറഞ്ഞ ഒരു നിയമം അവിടെ ഇല്ല എന്തായാലും. അപ്പോൾ നമ്മൾ ഇവിടുത്തെ രാജ്യക്കാരും സൗദി അറേബ്യ, അതേപോലെ വേറുള്ള രാജ്യത്തെ ആളുകളും പറഞ്ഞിട്ടോ ഇല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിച്ചിട്ടോ ഒരു പ്രയോജനവും അതിന് കിട്ടില്ല.
അതാണ് ശരിക്കും മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ നിമിഷപ്രിയ ചെയ്ത എന്താണ് തെറ്റ് നിങ്ങൾക്ക് ഏകദേശം അറിയാം, എന്താണ് വ്യക്തമായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. പിന്നെ ചില ആൾക്കാർ അതിൽ പിന്നെ ആ തെറ്റ് അവളും അനുഭവിക്കണം, ഒരാളെ കൊന്ന ആളെ എങ്ങനെ എന്താ പറയുക പിന്നെ വധശിക്ഷയ്ക്ക് വിധിച്ച ആളെ എങ്ങനെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പല പല അഭിപ്രായങ്ങളും പറയുന്നുണ്ട് ശരിക്കും. അപ്പോൾ ഞാൻ എൻ്റേതായ ഒരു അഭിപ്രായം പറയാം കേട്ടോ, എൻ്റെ മാത്രം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ആ സ്ത്രീ ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ അത് തന്നെ പറഞ്ഞത്. കാരണം നമ്മുടെ സമൂഹം ഇപ്പോഴത്തെ കാലത്ത് തെറ്റിനെ ന്യായീകരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ ന്യായീകരിക്കണതാണ്. അപ്പോൾ അതിന് മുന്നേ ഒരാളുണ്ടായിരുന്നു. അപ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എത്ര കോടി ഉറുപ്പ്യ നമ്മൾ പിരിച്ചു കൊടുത്തതാണ്, നമ്മുടെ മലയാളികളും എല്ലാവരും പാടെ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശിക്ഷ വേറെയാണ്. സൗദി അറേബ്യ ആ രാജ്യത്ത് വരുന്നത് വേറെ ശിക്ഷയാണ്. അപ്പോൾ ഇത് കുറച്ച് കടുംപിടുത്തക്കാരായിട്ടുള്ള ആളുകളാണ്, ഹൂതികൾ. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ളൊരു അഭിപ്രായം. പിന്നെ ഈ വാർത്താക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് പറഞ്ഞത്, അല്ലാതെ അവർ കാര്യമായിട്ടുള്ള വസ്തുതകളൊന്നും പറയുന്നില്ല. അതെന്തോ ഇനിയിപ്പോൾ ഞാൻ നിമിഷപ്രിയയുടെ പേരിലൊന്നും പറയുന്നില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ മണ്ണാർക്കാട് ശരിക്കും കണ്ടെയ്ൻമെൻറ്റ് സോണായിട്ട് വരികയാണ്. മണ്ണാർക്കാട് ഇപ്പോൾ ഏകദേശം 2-3 സ്ഥലത്തുണ്ട്, എന്നാലും ഒന്നും കൂടി കടുപ്പിക്കാനുള്ള പരിപാടിയാണ്. പക്ഷേ ഞാൻ മണ്ണാർക്കാടിലെ അധികാരികളോട്, ഇല്ലെങ്കിൽ ആരോഗ്യവകുപ്പ്, കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ ആളുകളോട് ഞാൻ പറയേണ്ട കാര്യം, ശരിക്കും പറഞ്ഞാൽ ഇന്ന് മണ്ണാർക്കാട് കോടതിപ്പടി അൽമ ഹോസ്പിറ്റലിൽ അവിടെ വെച്ചിട്ട് ഒരു നാട്ടുകാരനും അവിടുത്തെ ഒരാളും പോലീസുകാരനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും അടിപിടിയൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ കണ്ടെയ്ൻമെൻറ്റ് സോണിലുള്ള ആളുകൾ പുറത്തേക്ക് പോകാൻ പാടില്ല, എന്നാലും അടിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ ആ പോലീസുകാരൻ ചെയ്തത് എന്തോ വെച്ച് കഴിഞ്ഞാൽ ചെവിയിൽ പോയിട്ട് എന്തോ പറഞ്ഞു. അത് ദേഷ്യപ്പെടുത്താനുള്ളതാണോ അതോ ഇനി എന്താണ് പറഞ്ഞതെന്ന് ശരിക്കും അറിയില്ല. അപ്പോൾ അടിക്കാനും തല്ലാനും ഉള്ള അധികാരം ശരിക്കും പറഞ്ഞാൽ എനിക്കോ നിങ്ങൾക്കോ ആർക്കും ഇല്ല, ഒരാൾക്കും ഇല്ല. പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കേണ്ടോടത്ത് പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തിട്ട് നേരെ അവനെ നിപ്പയാണ്, വൈറസ് ഉണ്ടെന്ന് പറയാം. അതാണ് ഏറ്റവും നല്ലത്, അടിക്കാനും തല്ലാനും. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങളുടെ ജീവിതം നരകതുല്യമായി കൊണ്ടിരിക്കുക. കൊതുവോ നരക തുല്യത്തിന് പ്രതീതമായിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇതിലിപ്പോൾ മാറ്റം വരാനൊന്നുമില്ല. പ്രത്യേകിച്ച് അവിടെ വാളയാറ് ചാവടിയിൽ ഇവിടെ തമിഴ്നാട് ബ്ലോക്കാക്കിയിരുന്നു, കോയമ്പത്തൂർക്ക് പോകാൻ പാടില്ല. ഇനി പോവുകയാണെങ്കിൽ തന്നെ അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം പോകാൻ. അപ്പോൾ വളരെ ദുഷ്കരമാണ് ഇനിയുള്ള ഓരോ സാഹചര്യങ്ങളും. ഇതൊന്ന് ഈ പാലക്കാട് മാത്രമല്ല കേട്ടോ, മറ്റുള്ള ജില്ലകളിലൊക്കെ ഉണ്ട്. പക്ഷേ മറ്റുള്ള ജില്ലകളെ കുറിച്ചിട്ടൊന്നും ഇവർ പറയുന്നില്ല എന്നാണ്. ഇനിയിപ്പോൾ ഞാൻ വാർത്ത കാണാത്തതുകൊണ്ടാണോ എന്ന് കൂടി എനിക്കറിയില്ല, അതും കൂടി ഞാൻ തുറന്നു പറയാം. അപ്പോൾ ഇവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റീച്ച് എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ വാർത്താക്കാരെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് പറയല്ല. അവർ ഇപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് തച്ചമ്പാറ എടാക്കിൽ വെച്ചിട്ട് ഒരു KSRTC ഓട്ടോറിക്ഷയും കൂടി കൂട്ടിയിടിച്ചിട്ടുണ്ടായി, അപകടം ഉണ്ടായി. അതിൽ ബന്ധുവും അതേപോലെ ഡ്രൈവറും കൂടി മരിച്ചു. അതിന് ഇവർ വാർത്ത കൊടുത്തോ? അതിനെതിരെ ഇവർ പ്രൈവറ്റ് ബസ്സേര് സ്പീഡ് കൂടുതലാണ്, പ്രൈവറ്റ് ബസ്സേര് അങ്ങനെയാണ്. ഇവർ സർക്കാരിൻ്റെ കാര്യങ്ങൾ വരുമ്പോൾ ഇവർ മുഖം മറച്ചു പിടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ കാര്യം, നിയമം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അത് ഞാൻ എല്ലാ മലയാള വാർത്താ ചാനലുകാരും തന്നെ പറയണത്. നിങ്ങൾ ജനങ്ങളുടെ അവസ്ഥകളും കാര്യങ്ങളും കൂടി നിങ്ങൾ നോക്കണം. നിങ്ങൾ റിപ്പോർട്ടർ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് നിങ്ങൾ കാറുകളിലാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, അന്ന് തൃശ്ശൂർക്ക് പോകുമ്പോൾ പിന്നെ റിപ്പോർട്ടറിൻ്റെ വണ്ടി കുതിച്ച് പായാണ്. അപ്പോൾ അവിടെ നിയമത്തിൻ്റെ ഒരു പ്രശ്നമോ അല്ലെങ്കിൽ റോഡിൻ്റെ ട്രാഫിക് റൂൾസ് ഒന്നും അവർ പിന്നെ അത് എടുക്കാൻ പോലും പറ്റിയില്ല. കാരണം അത്ര സ്പീഡിലാണ് ആ വണ്ടി പോയെന്ന്. പോവാനുള്ള ആ സ്പീഡ് അതിൻ്റെ ഒരു റൂൾസ് ഉണ്ട്, എന്നാലും അവർ വേഗത്തിൽ ഓടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അടുത്ത വാർത്തയ്ക്ക് വേണ്ടി ഓടുകയാണ് അവർ. അപ്പോൾ നിങ്ങൾ നാട്ടിലെ വാർത്തകളൊക്കെ ഒന്ന് അത്യാവശ്യം മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നാണ് ഞാൻ പൊതുവായിട്ട് പറയുന്നത്. ഇതിപ്പോൾ
പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കില്ല. കാരണം തെറ്റാണെന്ന് പറയേണ്ട ചൂണ്ടിക്കാണിച്ചാലും അവരത് എന്താ പറയുക, സമ്മതിക്കില്ല. അപ്പോൾ ഇന്ന് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞത് നമ്മുടെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോയ അർജുൻ ചേട്ടൻ ഈ ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു. എനിക്ക് ആ വലിയ ലോറികളെ കാണുമ്പോഴേ എനിക്ക് അർജുൻ ചേട്ടൻ്റെ ഓർമ്മയാണ് വരിക ശരിക്കും പറഞ്ഞാൽ. കാരണം ആ മനസ്സിൽ വല്ലാത്തൊരു നോവായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. കാരണം അത് മറക്കാൻ കഴിയില്ല. നമ്മുടെ മലയാളികൾ, മനസാക്ഷിയുള്ള മലയാളികൾ ഒരാളും മറക്കില്ല തീർച്ചയായിട്ടും. ഇന്നിപ്പോൾ 1 വയസ്സാണ് അദ്ദേഹം മരിച്ചിട്ട്. അദ്ദേഹത്തിന് നമ്മളൊക്കെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് മണ്ണാർക്കാടിൻ്റെ അവസ്ഥകൾ. ഒരു നല്ല തിരക്കുള്ളൊരു സമയം കൂടിയാണ് ഇപ്പോൾ. ഏകദേശം 5:30 മണി കഴിഞ്ഞു. ഇപ്പോൾ ഇന്നലെ കണ്ടതിനേക്കാളും ഒന്നും കൂടി കമ്മിയായിക്കാണ്, കൂടിക്കല്ല. അപ്പം നാളെ എന്തായാലും ഇത്രയും ഉണ്ടാവില്ല ആളുകൾ. നാളെ ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടെയ്ൻമെൻറ്റ് സോണാക്കാൻ പോവുകയാണ് എന്നാണ് അറിഞ്ഞത്. പക്ഷേ ഞാൻ വേറൊരു കാര്യം കൂടി പറയണത്, ഇത് അങ്ങനെ നിപ്പ വൈറസുള്ള ആളുകളെ നമ്മുടെ മണ്ണാർക്കാട് ഹോസ്പിറ്റലിൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ അത് ഒരു 2-3 വാർഡാക്കിയിട്ട് അവരെ വീട്ടിൽ നിന്ന് മാറ്റിയിട്ട് ആശുപത്രിയിലേക്ക് മാറ്റണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടി പേടിക്കാതെ യാത്ര ചെയ്യാം. അവർ ആശുപത്രിയിലാണ് എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ടാവും. പിന്നെ ഇവരൊക്കെ വീട്ടിലാണ്. ഈ വീട്ടിലാവുമ്പോൾ അയൽവാസികളോ ഇല്ലെങ്കിൽ ആരും നമ്മളെ കാണാനോ കേൾക്കാനോ പറയാനോ വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടുകൾ വളരെ കമ്മിയാവും. ജനജീവിതം അടിപൊളിയായിരിക്കും. അവർക്ക് നടക്കാനും സഞ്ചരിക്കാനും ഉള്ള സ്വാതന്ത്ര്യം കൂടി ഉണ്ടാവും. അല്ലാതെ വീടിൻ്റെ ഉള്ളിൽ പൂട്ടിയിട്ട് പണ്ട് കൊറോണ വന്ന പോലെ ഒക്കെ കണ്ടെയ്ൻമെൻറ്റ് സോണാക്കിയിട്ട് ഒരു പ്രയോജനമില്ല. അത് ആരോഗ്യവകുപ്പിൻ്റെ ഒരു കുറവ് തന്നെയാണ്. നമ്പർ 1 കേരളാണെന്ന് പറയും. എന്ത് നമ്പർ 1 കേരളം? ഒരു നമ്പർ 1ഉം ഇല്ല. അതൊക്കെ വെറുതെ പറയാണ്. ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കോയമ്പത്തൂരേക്ക് പോണ വഴി ചാവടി വാളയാർ ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്ത് അവർ ബാൻ ചെയ്തിരിക്കുകയാണ്. കാരണം അവർക്കും ഉണ്ടല്ലോ ഒരു സുരക്ഷ. മലയാളികൾ ഇങ്ങനെയാണെന്ന് അവർക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. കാരണം അവിടെ രോഗം സംഭവിച്ചു, ഇനി ഇവിടെ വരാതെ അവർ നോക്കേണ്ട അവർ ചുമതല തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനായിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലുള്ള ആളുകൾ, കേരളത്തിലുള്ള അധികാരികളുടെ കുഴപ്പം തന്നെയാണിത്. മൊത്തത്തിൽ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയണം, അല്ലാതെ നമ്മൾ മൊത്തത്തിൽ പറയാതെ കഴിഞ്ഞാൽ കുഴപ്പം തന്നെയാണ്. എന്തായാലും ഇനി പിന്നെ ജനജീവിതം ദുസ്സഹമായാൽ അത് ഒരു പ്രതിഷേധം ആവും തീർച്ചയായിട്ടും. കാരണം ആകെ നട്ടം തിരിഞ്ഞ് നട്ടോടി നടക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇലക്ഷന് കുറച്ച് മാസങ്ങളുള്ളൂ. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടണം എന്നുള്ള രീതിയിലായിരിക്കും അവർ തയ്യാറാക്കിയിട്ടുള്ള പ്ലാൻ ആയിരിക്കാം. എന്തോ അതിപ്പോൾ നമുക്ക് അറിയും എന്നല്ല കേട്ടോ. സാധാരണ അങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരു 9-10 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കാന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ശരിക്കും പറയാം. ആകെ ബുദ്ധിമുട്ടി. എന്തൊക്കെ ഇതിപ്പോൾ ഞാൻ 10 മണിക്ക് വന്നപ്പോൾ ഉള്ള സ്ഥിതിയല്ല ഇപ്പോൾ വൈകുന്നേരത്ത് 5:45-6 മണിക്ക് വരുന്നത്. വളരെ മോശം. പിന്നെ അതേപോലെ കല്ലടി MES സ്കൂളിൻ്റെ അവിടെ കോളേജിൽ അടിപിടി ഉണ്ടായിരുന്നു. അത് SFIയും KSUക്കാരും കൂടി തമ്മിൽ, അതൊക്കെ എന്താ പറയുക, ആ കോളേജിൻ്റേതായൊരു പരിപാടിയാണ്. നമുക്കിപ്പോൾ അതിൽ പറയാൻ ഇടപെടാറൊന്നുമില്ല. പക്ഷേ അപ്പോഴൊന്നും ഈ നിപ്പ വൈറസ് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കണത്. അപ്പോൾ നിപ്പ വൈറസ് എവിടെ പോയി? അപ്പോൾ ഞാനതാണ് പറഞ്ഞത്, രാവിലെ 8 മണി തൊട്ടിട്ട് അല്ലെങ്കിൽ 7 മണി തൊട്ടിട്ട് നിപ്പ വൈറസ് വരും. 6 മണി 7 മണിൻ്റെ ഉള്ളിൽ നിപ്പ വൈറസ് പോവും. അതാണോ നിപ്പ വൈറസ്?
എന്ത് പ്രഹസനമാണ് എന്ന് ഞാൻ ചിന്തിക്കണത്. എന്തായാലും നമുക്ക് വൈകാതെ കാണാം. നല്ല രസമാട്ടോ മണ്ണാർക്കാട് കാണാൻ, നല്ല രസമാണ്. ഈ റോഡ് മാത്രമല്ല, പുറത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ പോലെ. പക്ഷെ അങ്ങോട്ടൊന്നും ഇപ്പോൾ പോകാൻ പറ്റില്ലേ. അല്ല ഇനിയിപ്പോൾ ഞാനിപ്പോൾ എന്നാ പോയിന്നില്ലേ. ഇവിടെയൊക്കെ വൈകുന്നേരത്ത് വരുമ്പോൾ എന്താ പറയുക, അത്രയും വാഹനങ്ങളാവും. ഇന്നിപ്പോൾ എവിടെയാണ് ബസ്സുകൾ കാര്യമായിട്ടില്ല. ഇന്നലെ പറഞ്ഞ പോലെ ആളുകളില്ല. ഇപ്പോൾ നമ്മുടെ അമേരിക്കയിൽ പോയ ഒരാളുണ്ട്, ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിൽ പോയ ആ വ്യക്തി തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെ ആണ് കോട്ടയം മെഡിക്കൽ കോളേജ് തകർന്ന് വീണതിൻ്റെ പിറ്റേ ദിവസം മൂപ്പര് പോയതാണ്. ഇതൊക്കെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പർക്കൊന്നും ഇത് അറിയേണ്ട ആവശ്യമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നോട് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം മൂപ്പര് സ്വന്തം നാട്ടുകാരുടെ പൈസ എടുത്തിട്ട് മൂപ്പര് പോയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷെ ജനങ്ങളെ കാര്യത്തിൽ കുറച്ച് ഉത്തരവാദിത്തം വേണ്ടേ. പിന്നെ എന്തിനാണ് മൂപ്പർക്ക് നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചത്? ഒരു കാര്യമില്ലാതെ. എല്ലാത്തിനും വിലക്കയറ്റാണ്, എല്ലാത്തിനും വില കൂടിയാണ്. വില കൂടാത്തൊന്നുമില്ല. നമുക്ക് ഈ കുടുംബം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ അറിവില്ല. എന്നിരുന്നാലും പുറത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാം എന്താണ് ഏതാണ് എന്നൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഇനി അടുത്ത UDF ഭരിച്ചാലും ഇതേ അവസ്ഥ തന്നെയോ. കാരണം ഈ ശീലങ്ങളൊക്കെ അവർക്കും ബാധിച്ചിട്ടുണ്ട്. കാരണം ഞാൻ UDFിനെ താഴ്ത്തി പറയല്ല, മറ്റവരെ പൊക്കി പറയല്ല. എന്നാലും ഇനിയിപ്പോൾ ഏത് ഭരണം വന്നാലും നമുക്ക് അന്ന് പറഞ്ഞ പോലെ കഞ്ഞി കുമ്പിളിൽ തന്നെയാണ്. അല്ലാതെ നമുക്ക് സ്ഫടികപാത്രത്തിലൊന്നും ഈ ആളുകൾ നമുക്ക് തരില്ല, ഉറപ്പായിട്ട് ഞാൻ പറയാം. അപ്പോൾ ഈ മഴ സമയത്ത് നിങ്ങൾ എന്താണ് വാഹനം ശ്രദ്ധിച്ചിട്ട് ഓടിക്കണം. ഒറ്റ ലൈനിൽ കൂടെ തന്നെ പോകാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ബൈക്കുകാരാണ് ഈ ഇടയിൽ കൂടെ കയറുക. അപ്പോൾ അതൊക്കെ വലിയ എന്താ പറയുക, പരമാവധി നിങ്ങൾക്ക് സ്പീഡ് ട്രാക്ക് ഏതാണെന്ന് നിങ്ങൾക്ക് പ്രത്യേകം അറിയണം. അറിഞ്ഞിട്ടുള്ളത് ബാക്കിൽ വരുന്ന വണ്ടികൾ നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ നിങ്ങൾ ഇടതുവശത്ത് കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ്. കാരണം ഒരു ശല്യമില്ലാത്തൊരു സ്ഥലമാണ് ഇടതുവശം. വലതുവശത്ത് കൂടെ കൂടുതൽ വേഗം കൂടിയ ആളുകളാണ് പോവുക. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. പിന്നെ കാറുകാരെ പറ്റി ഞാൻ ഇതിന് മുന്നേ കുറേ പറഞ്ഞിട്ടുണ്ട്. ഒരു മാറ്റമില്ല. ബൈക്കുകാരെ പറ്റി പിന്നെ പറയാതിരിക്കുക നല്ലത്. അത് ഇതേപോലെ ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മുടെ കേരളം എത്ര മാറ്റാണ് മാറിയതെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മാറ്റം മാറിയത് ആരറിയോ? അപ്പം ഞാൻ പച്ചയ്ക്ക് പറയണ്ട.